സംഘാംഗങ്ങൾക്ക് 21.5 ലക്ഷം രൂപ നൽകാനുള്ള നീക്കം ബാങ്ക് ജീവനക്കാരന് തോന്നിയ സംശയത്തെ തുടർന്ന് വിഫലമാവുകയും ചെയ്തു. തിരുവല്ല മഞ്ഞാടി സ്വദേശിനി 68-കാരിയാണ് തട്ടിപ്പുകാരുടെ വലയിൽപ്പെട്ടത്. ഒരുപക്ഷെ ഈ ബാങ്ക് ജീവനക്കാരന് അങ്ങനെ ഒരു സംശയം തോന്നിയില്ലെങ്കിൽ 21 ലക്ഷം രൂപ നൽകുക മാത്രമല്ല, ഒരുപക്ഷെ തുടർന്നും ഈ തട്ടിപ്പിന് അവർ ഇരയായിരുന്നേനെ. ബാങ്ക് ഓഫ് ബറോഡ തിരുവല്ല ശാഖയിൽ 68-കാരി എത്തിയത് ഇന്നലെ രാവിലെ. 3 സ്ഥിര നിക്ഷേപങ്ങൾ പിൻവലിക്കാനുള്ള താൽപ്പര്യം അറിയിച്ചു. 21.5 ലക്ഷം രൂപയാണ് ആകെ ഉണ്ടായിരുന്നത്. മക്കളുടെ അക്കൗണ്ടിലേക്ക് തുക കൈമാറണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ നൽകിയ അക്കൗണ്ട് നമ്പർ പരിശോധിച്ചപ്പോൾ അത് വടക്കേണ്ടിയിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൻ്റെതായിരുന്നു. ഇതോടെ ജീവനക്കാരൻ വിനോദ് ചന്ദ്രന് സംശയം ഇരട്ടിച്ചു. ചെറിയ വറവലോടുകൂടി ഫോൺ എൻ്റെ നേരെ കാണിക്കുകയായിരുന്നു. നോക്കിയപ്പോൾ അതിൻ്റെ ആ ഫോണിൻ്റെ മുകളിൽ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ എന്നും സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ്റെയും ലെറ്ററുകളാണ് കാണുന്നത്. അത് കണ്ട മാത്രയിൽ തന്നെ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇത് ഒരു വെർച്വൽ അറസ്റ്റാണ് എന്നുള്ളത് മനസ്സിലായി. എത്രയും പെട്ടെന്ന് തന്നെ അത് ബ്ലോക്ക് ചെയ്യുകയും ഫണ്ട് കൈമാറ്റം തടയുകയും ചെയ്തു. 2 നാൾ നീണ്ട മാനസിക സംഘർഷങ്ങളെക്കുറിച്ചും പിന്നീടാണ് 68-കാരി പറഞ്ഞു തുടങ്ങിയത്. ഞായറാഴ്ച ഉച്ചയോടെയാണ് ഇവരുടെ നമ്പറിലേക്ക് വീഡിയോ കോൾ വന്നത്. മുംബൈയിൽ ക്രൈം ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണെന്ന് അവകാശപ്പെട്ടു. കാനറ ബാങ്ക് അക്കൗണ്ടിലും ആധാർ നമ്പറിലും തിരിമറി ഉണ്ടായെന്നറിയിച്ചു. എന്നാൽ തനിക്ക് ബാങ്ക് ഓഫ് ബറോഡയിൽ മാത്രമേ അക്കൗണ്ട് ഉള്ളൂ എന്ന് വീട്ടമ്മ പറഞ്ഞു. ഇതോടെ അക്കൗണ്ട് വിവരങ്ങൾ പറയാൻ നിർദ്ദേശിച്ചു. രാത്രി 11:30 വരെ ഫോൺ കോളിൽ തന്നെ നിർത്തി. പിറ്റേന്ന് പുലർച്ചെ 5-ന് വീഡിയോ കോൾ തുടർന്നു. കേസിൽ നിന്ന് ഒഴിവാക്കുന്നതിന് അക്കൗണ്ടിലെ മുഴുവൻ പണവും വേണമെന്നാണ് തട്ടിപ്പ് സംഘം ആവശ്യപ്പെട്ടത്. ഇവരുടെ ആധാർ ഉപയോഗിച്ച് എന്തോ കുറ്റകൃത്യം നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തുക അയച്ചു കൊടുത്താൽ മാത്രമേ അവർ അതിൽ നിന്ന് ഒഴിവാക്കത്തുള്ളൂ എന്ന രീതിയിൽ അവരെ മാനസിക സമ്മർദ്ദത്തിലാക്കിയായിരുന്നു. ഞങ്ങളോടെല്ലാം തുറന്നു പറഞ്ഞപ്പോഴാണ്, ഞങ്ങളെ വാട്സപ്പ് ചാറ്റ് പരിശോധിച്ചപ്പോഴാണ് ഇതൊരു സൈബർ ഫ്രോഡ്, ഡിജിറ്റൽ അറസ്റ്റ് ആണെന്ന് മനസ്സിലായത്. പണം കൈമാറുന്നതിന് ബാങ്കിലെത്തിയപ്പോഴും 68-കാരിയുടെ ഫോണിലേക്ക് വിളികൾ വന്നുകൊണ്ടേയിരുന്നു. വീഡിയോ കോളിൽ ദൃശ്യമായ ഭാഗത്ത് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ എന്ന് രേഖപ്പെടുത്തിയിരുന്നു. ഇതാണ് തട്ടിപ്പ് വ്യക്തമാക്കിയ മറ്റൊരു സൂചന. ബാങ്ക് ജീവനക്കാർ തന്നെ വീട്ടമ്മയുടെ ഫോൺ വാങ്ങി ഈ നമ്പറുകൾ ബ്ലോക്ക് ചെയ്തു. കബളിപ്പിക്കലിനെതിരെ നിയമ നടപടിക്ക് തയ്യാറെടുക്കുകയാണ് 68-കാരി. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.